യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച UAE-യിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ മസ്ജിദാണ് അൽ ബിദിയ മോസ്ക്. ഇസ്ലാമിക ലോകത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന മസ്ജിദ് ഫുജൈറ എമിറേറ്റ്സിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ മസ്ജിദിന് സമീപമായി അൽ ബാദിയ പ്രവിശ്യയിലാണ് സ്ഥിതി കൊള്ളുന്നത്. അൽ ജുബൈൽ, ഹഖീൽ, അൽ ഹാറ തുടങ്ങിയ കൊച്ചു ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് അൽ ബാദിയ പ്രവിശ്യ. ഓട്ടോമൻ മോസ്ക് എന്നും വിളിപ്പേരുള്ള മസ്ജിദിൻ്റെ നിർമ്മാണ കാലഘട്ടമോ നിർമ്മാതാവിനെയോ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. നിർമ്മാണത്തിന് മരം ഉപയോഗിക്കാതെ മണ്ണും കല്ലും മാത്രം ഉപയോഗിച്ചതിനാൽ റേഡിയോ കാർബൺ ഉപയോഗിച്ചുള്ള ഡേറ്റിംഗ് അഥവാ കാലപ്പഴക്കം കാണൽ അൽ ബിദയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായിരുന്നു. എങ്കിലും ഫുജൈറ കോർപ്പറേഷൻ, പുരാവസ്തു വകുപ്പും ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയും ചേർന്ന് 1997-98 കാലഘട്ടത്തിൽ നടത്തിയ പഠനത്തിൽ CE 15-ാം നൂറ്റാണ്ടിലാണ്, കൃത്യമായി പറഞ്ഞാൽ 1446-ലാണ് മസ്ജിദ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന അനുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പുതുമയുള്ള അസാധാരണമായ ആർക്കിടെക്ചറാണ് മസ്ജിദിൻ്റേത്. പള്ളിയുടെ പരിസരങ്ങളിൽ ലഭ്യമായിരുന്ന നിർമ്മാണ വസ്തുക്കളാണ് പള്ളി പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പല വലിപ്പത്തിലുള്ള കല്ലുകളുടെ അഭംഗി മറക്കും വിധത്തിൽ ചുമരുകൾ കുമ്മായമുരച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. 2 പാളികളുള്ള തടിയിൽ നിർമ്മിതമായ വാതിലുകളാണ് പള്ളിയുടെ പ്രധാന പ്രവേശന കവാടത്തിൽ ഉള്ളത്. മറ്റു പൗരാണിക ആധുനിക മസ്ജിദുകളിൽ കണ്ടുവരുന്നതിൽ നിന്ന് ഭിന്നമായി വ്യത്യസ്ത വലിപ്പത്തിലുള്ള 4 താഴികക്കുടങ്ങൾ മസ്ജിദിനുണ്ട്. ഓരോ താഴികക്കുടവും 3 തട്ടുകളായാണ് സംവിധാനിച്ചിരിക്കുന്നത്. ഈ 4 താഴികക്കുടങ്ങളെ താങ്ങുന്നത് 1.8 മീറ്ററോളം ചുറ്റളവുള്ള ഒരൊറ്റ തൂണാണ്. ഇതിൻ്റെ വ്യാപ്തി മധ്യഭാഗത്ത് മേൽ താഴ്ഭാഗങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഈ തൂൺ 2 വീതം ഭാഗങ്ങളുള്ള 2 ചതുരങ്ങളാക്കി മേൽക്കൂരയെ തിരിക്കുന്നു. പള്ളിക്കകത്തേക്ക് വായുവും വെളിച്ചവും കടത്തിവിടാൻ മനോഹരമായ കൊത്തുപണികൾ ചെയ്ത ചെറുജാലങ്ങൾ ചുമരിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 57 സ്ക്വയർ മീറ്ററാണ് മസ്ജിദിൻ്റെ വ്യാപ്തി. മസ്ജിദിൻ്റെ ലളിതമായ മിഹ്റാബ് 180 സെൻറ്റിമീറ്റർ ഉയരവും 90 സെൻറ്റിമീറ്റർ വീതിയുമുള്ളതാണ്. 3 സ്റ്റെപ്പുകളുള്ള മിമ്പറും പള്ളിക്കകത്ത് സജ്ജീകരിച്ചിരിക്കുന്നു. ചളിയും വൈക്കോലും ഉപയോഗിച്ച് നിർമ്മിച്ച കട്ടകൾ പാകിയ വിശാലമായ ചതുരാകൃതിയിലുള്ള മുറ്റത്താണ് മസ്ജിദിൻ്റെ കെട്ടിടമുള്ളത്. അത് 1.5 മീറ്റർ ഉയരമുള്ള മതിലിനാൽ ചുറ്റപ്പെട്ടിട്ടുണ്ട്. മസ്ജിദിൻ്റെ ചുറ്റുഭാഗത്തായി മറ്റു ചില പുരാതന നിർമ്മിതികൾ കൂടിയുണ്ട്. 4 വാച്ച് ടവറുകൾ, വലിയൊരു വീടിൻ്റെ തറയുടെ അവശിഷ്ടങ്ങൾ, പൊളിഞ്ഞ മതിൽക്കെട്ടുകൾ, കുത്തുപണികളുള്ള കൽക്കഷ്ണങ്ങൾ, പുരാതനമായ പാത്രങ്ങളുടെ കഷ്ണങ്ങൾ എന്നിവ മസ്ജിദിൻ്റെ പരിസരത്ത് കാണാം. കൂടാതെ അംഗസ്നാനം ചെയ്യാൻ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു പുരാതനമായ കിണറും മസ്ജിദിൻ്റെ പരിസരത്തുണ്ട്. ഇവയെല്ലാം 400 വർഷത്തെയെങ്കിലും പഴക്കമുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. ഈ അവശേഷിപ്പുകളെയെല്ലാം ചേർത്ത് അൽ ബിദിയ ആർക്കിയോളജിക്കൽ മോസ്ക് എന്നാണ് പുരാവസ്തു രേഖകളിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരേ സമയം 20 പേർക്ക് പള്ളിക്കകത്ത് നിസ്കരിക്കാൻ പറ്റും. മസ്ജിദ് സന്ദർശിക്കുന്നവർ മാന്യമായ വസ്ത്രധാരണം നടത്തേണ്ടതുണ്ട്. തലമറക്കലും പാദരക്ഷകൾ അഴിക്കലും നിയമമാണ്. സന്ദർശകർക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ അധികൃതർ തന്നെ ലഭ്യമാക്കുന്നുമുണ്ട്. ഫുജൈറ സിറ്റിയിൽ നിന്ന് 40 കിലോമീറ്ററും ഗോർഫുഖാനിൽ നിന്ന് 13 കിലോമീറ്ററുമാണ് മസ്ജിദിലേക്കുള്ള ദൂരം. ദിബ്ബ ഗോർഫുഖാൻ തീരദേശ പാതക്കരികെ അറബിക്കടലിന് അഭിമുഖമായാണ് മസ്ജിദിൻ്റെ കിടപ്പ്. അതിനാൽ സന്ദർശകർക്ക് വേഗത്തിൽ ഇവിടെ എത്തിച്ചേരാനാവും. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മോസ്കിനെ നിരവധി ടൂറിസ്റ്റ് ഏജൻസികൾ അവരുടെ പാക്കേജുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശന സമയം. സൗജന്യമാണ് മസ്ജിദിലേക്കുള്ള പ്രവേശനം.